നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ്. 2022, 23, 24 പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകളെല്ലാം ചേർത്ത് PSC ബുള്ളറ്റിൻ കണ്ടന്റ് ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ക്ലാസ്സാണ്. ക്ലാസ്സിൻ്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം ഈ ക്ലാസ്സിന് ആനുപാതികമായിട്ടുള്ള എക്സാം, അതായത് ടെലഗ്രാമിൽ പോൾ വർക്കൗട്ട് എക്സാം ഉണ്ട്, അതുകൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതിന്റെ ക്ലാസ് നോട്ട് ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് കാണുക, നോട്ട്സ് വായിക്കുക, പരീക്ഷ അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ PSC ബുള്ളറ്റിനിൽ കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകൾ മാത്രമാണ്. എൻറ്റയർ കണ്ടന്റ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവല്ല, മുഴുവൻ പ്രധാനപ്പെട്ട വസ്തുതകളും നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കണ്ടന്റ് ആയും തന്നെ ഡിസ്കസ് ചെയ്ത് പോകും. ഒന്നാമത്തേതായിട്ട് 2022, 23, 24 കണ്ടന്റുകളെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 2024 നവംബർ 11 സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും. കേരളത്തിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ, ഇതെല്ലാം നമ്മൾ ടോപ്പിക്കായിട്ട് ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്ത് വരും ക്ലാസ്സുകളിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് പബ്ലിഷ് ചെയ്തിടും. ഇപ്പൊ നിങ്ങൾ ഈ റിവിഷൻ ചലഞ്ച് നമ്മൾ പറയുന്ന മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യും. 2024 നവംബർ 11 സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്? ഉത്തരം ഓപ്ഷൻ ബി, 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പറഞ്ഞ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും? ഒന്ന്, ഇന്ത്യയുടെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണല്ലോ. സുപ്രീം കോടതിയെ പറ്റി പഠിക്കുമ്പം സുപ്രീം കോടതി നിലവിൽ വന്ന എന്നാണ്. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആപ്പ് സംവിധാനം അല്ലെങ്കിൽ ഏതെങ്കിലും ലേണിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ അവർ നടപ്പിലാക്കിയ ഏതെങ്കിലും ആപ്പ് സംവിധാനം ഉണ്ടെങ്കിൽ അത് പഠിക്കണം. അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു ആപ്പ് ഉണ്ട്. എന്താണ്? കേരള ഹൈക്കോടതിയിലെ കേസുകൾ ഫയൽ ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആപ്പ് സംവിധാനം വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. അപ്പൊ അങ്ങനെ ഈ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഗുംതി ജില്ലാ കോടതിക്ക് പ്രത്യേകതയുണ്ട്. ഗുംതി ജില്ലാ കോടതിക്ക് പ്രത്യേകത സൗരോർജ്ജത്തിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ സൗരോർജ്ജത്തിന്റെ പ്രവർത്തന ഫലമായി അല്ലെങ്കിൽ സൗരോർജ്ജത്തിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിച്ച ഇന്ത്യയിൽ ആദ്യ ജില്ലാ കോടതിയുടെ പേര് അത് ഗുംതി ജില്ലാ കോടതിയാണ്. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ എടുത്തോളാം. അപ്പൊ നമുക്ക് വേണ്ട ആൻസർ ഈ പറയുന്ന സഞ്ജീവ് ഖന്ന എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്? 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പൊ ഈ പറയുന്ന സുപ്രീം കോടതി നിലവിൽ വന്നേന്ന 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ പരമോന്നത കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെ? സുപ്രീം കോടതി. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പറയുന്ന സംരക്ഷകൻ അല്ലെങ്കിൽ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന വാക്ക് പഠിക്കുമ്പം 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിച്ചു കളയും. ഒന്ന്, ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് CAG ആണ്. ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് UPSC ആണ്. ഇന്ത്യൻ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? അത് സുപ്രീം കോടതിയാണ്. ഓക്കെ ആണല്ലോ. ഇനി സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയയാണ്. ഹരിലാൽ ജെ കെനിയ അല്ലെങ്കിൽ ഹരിലാൽ ജെ കെനിയയാണ് സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇനി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ഏക മലയാളി അല്ലെങ്കിൽ ആദ്യ മലയാളി, സുപ്രീം കോടതിയുടെ ജഡ്ജിയായെന്നല്ല നമ്മൾ പറഞ്ഞേ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ 37ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. അതൊന്ന് ഓർത്തു വെക്കണം. ദെൻ സുപ്രീം കോടതിയുടെ 50ാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഈ DY ചന്ദ്രചൂഡുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ഉണ്ട്. ഈ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനാകാൻ സാധ്യതയുള്ളത്, അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയ DY ചന്ദ്രചൂഡ് ആയിരിക്കും എന്നൊരു
വാർത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ പറയുന്ന അപ്ഡേഷനുകളൊക്കെ വരും ദിവസങ്ങൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് എടുത്തോളാം. അപ്പൊ സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് DY ചന്ദ്രചൂഡാണ്. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടന്ന ഒരു കണ്ടന്റ് ആണ് പറഞ്ഞത്. അപ്പം ഈ പറയുന്ന മേ ബി വരാം. അപ്പൊ സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയ DY ചന്ദ്രചൂഡ് ആയിരിക്കാം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുവാണ്. ആയിരിക്കാം, മേ ബി ആയിരിക്കാം എന്ത് ഈ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാനായിട്ട് വരുന്നത്. ഇപ്പൊ ആക്ടിംഗ് ചെയർപേഴ്സൺ ആണല്ലോ ഉള്ളത്. അപ്പൊ അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത M ഫാത്തിമ ബീബിയാണ്. അപ്പം ഈ പറയുന്ന ജസ്റ്റിസ് M ഫാത്തിമ ബീബിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമ്പം ഇത് പഠിക്കണം. കാരണം മത്സര പരീക്ഷയിൽ ഇനിയും ചോദിക്കും ആരെ? ഈ വിയോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പം M ഫാത്തിമ ബീബി അല്ലെങ്കിൽ ജസ്റ്റിസ് M ഫാത്തിമ ബീബിയുടെ പ്രത്യേകത സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാണ് ആര്? M ഫാത്തിമ ബീബി. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ 1950 ജനുവരി 28-നാണ് എന്ത് നിലവിൽ വരുന്നത്? സുപ്രീം കോടതി നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ, സുപ്രീം കോടതിയുടെ 37ാമത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ അത് സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്ന എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്? 51. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഇനിയുള്ള ദിവസം, ഇനി 10th ലെവൽ പരീക്ഷയുടെ ആദ്യ പ്രിലിമിനറി പരീക്ഷയുടെ ഫസ്റ്റ് ഫേസിന് ഇനി അധികം ദിവസമില്ല. നമ്മൾ കറണ്ട് അഫയേഴ്സിന് ഏത് ഭാഗത്തുനിന്ന് ചോദ്യം വരും എന്ന് പ്രതീക്ഷയില്ല. ആ കറണ്ട് അഫയേഴ്സ് ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മ ഒരു ടെലഗ്രാം കറണ്ട് അഫയേഴ്സ് എക്സാം പോൾ വർക്കൗട്ട് ചലഞ്ച് തുടങ്ങുകയാണ് ഇന്ന് മുതൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 18ാം ലോക്സഭ, കേന്ദ്ര മന്ത്രിസഭ 2024. ഈ 2 ടോപ്പിക് നിങ്ങൾ ഇന്ന് പഠിക്കണം. ഇന്ന് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയൽ X or Y ഏത് മെറ്റീരിയൽ നിങ്ങൾ വായിക്കാം, ഏത് ക്ലാസ് നിങ്ങൾക്ക് കാണാം, കണ്ടതിന് ശേഷം ഈ പറയുന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ ഇന്ന് പബ്ലിഷ് ചെയ്യുന്ന 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട PDF വായിക്കണം. അതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ക്ലാസ് നമ്മൾ വരും ക്ലാസ്സിൽ റിവിഷൻ മോഡൽ അങ്ങ് എടുത്തോളാം. ഓരോ ടോപ്പിക്ക് ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ക്ലാസ് ചെയ്തിരുന്നു. അതിന് മുന്നത്തെ ദിവസം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷനുകൾ ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട ദിനങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കറണ്ട് അഫയേഴ്സിന്റെ റിവിഷനും ഓരോരോ സ്പെഷ്യൽ ടോപ്പിക്കും വീതം നമ്മൾ പബ്ലിഷ് ചെയ്യും. ഇതൊന്ന് കാണുക. കണ്ടതിന് ശേഷം അതിന്റെ പരീക്ഷ അറ്റൻഡ് ചെയ്യണം. അപ്പം ടെലഗ്രാം പോൾ വർക്കൗട്ടിനകത്തെ കറണ്ട് അഫയേഴ്സിന്റെ എക്സാം പോൾ വർക്കൗട്ടാണ് ഞാൻ പറഞ്ഞത്. സയൻസിന്റെ നാച്ചുറൽ സയൻസിന്റെ പോൾ വർക്കൗട്ട് ഉണ്ട്, ഫിസിക്കൽ സയൻസിന്റെ പോൾ വർക്കൗട്ട് ഉണ്ട്. 10th ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്തെല്ലാം പോൾ വർക്കൗട്ട് ഉണ്ടോ അതെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററിയുടെ പോൾ വർക്കൗട്ട് ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പോൾ വർക്കൗട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന പോൾ വർക്കൗട്ടും ചെയ്യുന്നത്. അതുകൂടി ഒന്ന് ഓർക്കുക. ഇന്നത്തെ ടോപ്പിക്ക് 18ാം ലോക്സഭ, കേന്ദ്ര മന്ത്രിസഭ 2024 വരും ദിവസങ്ങളിൽ അതിന്റെ സ്റ്റഡി ടൈം ടേബിൾ ഉൾപ്പെടെ നമ്മൾ പബ്ലിഷ് ചെയ്യും. ഇനി തുച്ഛമായ ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നിലവിൽ എത്രാം ലോക്സഭയുള്ളത്? 18ാം ലോക്സഭയാണല്ലോ. ഈ ലോക്സഭയ്ക്ക് ഒരു സ്പീക്കർ ഉണ്ടല്ലോ. ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ. അപ്പൊ 18ാം ലോക്സഭയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവുണ്ട്. രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവ്. മറക്കരുത്, അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു പോയി. അദ്ദേഹം രാജിവെച്ചു. അതിനകത്ത് പുതിയ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രിയങ്ക ഗാന്ധി എന്തായി? MP ആയി. അപ്പൊ MP സ്ഥാനം ആകുമ്പം ഈ പറഞ്ഞ നേരത്തെ ഉള്ള 18ാം ലോക്സഭയിലെ വനിതാ MP-മാരുടെ എണ്ണത്തിൽ മാറ്റം വരും. വനിതാ MP-മാരുടെ ശതമാനത്തിൽ മാറ്റം വരുമല്ലോ. ആ കണ്ടന്റ് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ചോദിച്ചാൽ അതിന് ഉത്തരം മറക്കരുത്. ഉത്തരം 7 ആണ്. 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം 7 ആണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും 2 മനസ്സിലുണ്ടല്ലോ. 2ന്റെ പ്രത്യേകത എന്താ? ക്യാബിനറ്റ് പദവിയുള്ള വനിതാ മന്ത്രിമാരാണ് 2. നമുക്ക് വേണ്ടത് 18ാം ലോക്സഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം ഉത്തരം 7 ആണെന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം, 7 വനിതാ മന്ത്രിമാരുണ്ട്, 2 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ. അപ്പൊ നമുക്ക് കേരള PSC മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. എന്താ? ഈ പറഞ്ഞ 18ാം ലോക്സഭയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് നടന്നത് എത്ര ഘട്ടങ്ങളിലായിട്ടാ? 7 ഘട്ടങ്ങളിലായിട്ടാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിന്റെ PDF നോട്ട് വായിക്കണം. PDF നോട്ടും ഈ പറയുന്ന ടെലഗ്രാം പോൾ വർക്കൗട്ട് നിങ്ങൾ ചെയ്യുമ്പം അത് സെറ്റ് ആവും. വരും ദിവസങ്ങൾ ഇതിന്റെ ഈ പറയുന്ന ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് പ്രധാനപ്പെട്ട പാരീസ് ഒളിമ്പിക്സിന്റെ ഒരു
ഒരു ക്ലാസ്, പാരാലിമ്പിക്സിന്റെ ഒരു ക്ലാസ്, 18ാം ലോക്സഭയുടെ ഒരു ക്ലാസ്, അങ്ങനെ ഓരോ സെപ്പറേറ്റ് ക്ലാസ് തരും. സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, പ്രധാനപ്പെട്ട UN വർഷങ്ങൾ 2024, 25, 26 പ്രധാനപ്പെട്ട UN വർഷങ്ങൾ സഹിതം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറഞ്ഞ 7 വനിതാ മന്ത്രിമാർ 18ാം ലോക്സഭയിലുണ്ട്, 2 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ. ഓക്കെ ആണല്ലോ. ഇനി 75 വനിതാ MP-മാരുണ്ട്. നേരത്തെ 74 വനിതാ MP-മാർ ആയിരുന്നു, അത് മാറിയിട്ടുണ്ട്. നിലവിൽ 75 വനിതാ MP-മാരുണ്ട്. അപ്പൊ ആകെ MP-മാരുടെ 13.8%. നേരത്തെ 13.63% കേട്ടോ. 13.63% നേരത്തെ MP-മാരുടെ വനിതാ MP-മാരുടെ ശതമാനമെങ്കിൽ ഇപ്പൊ 13.8% മാറി. 75 വനിതാ MP ഉണ്ട്. അപ്പൊ പുതുതായിട്ട് വന്നതാരാ? അത് പ്രിയങ്ക ഗാന്ധിയാണ്. വയനാട് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. അപ്പോൾ ഭൂരിപക്ഷം നിങ്ങൾ പഠിച്ചേക്കണം. എന്താ ഭൂരിപക്ഷത്തിന്റെ പ്രത്യേകത? 18ാം ലോക്സഭയിൽ കേരളത്തിൽ നിന്ന്, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യയിൽ നിന്നല്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷമൊക്കെ വേറെയാണ്, അത് ഞാൻ ഡിസ്കസ് ചെയ്തോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് 18ാം ലോക്സഭയിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധി, ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം അടൂർ പ്രകാശിനും. അടൂർ പ്രകാശിന്റെ മണ്ഡലം മറക്കല്ലേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നാണ് അടൂർ പ്രകാശ് ജനവിധി തേടി ലോക്സഭാംഗമായത്. അദ്ദേഹത്തിനാണ് ഭൂരിപക്ഷം ഏറ്റവും കുറവ്. ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ എന്നാ ചോദിക്കുന്നെങ്കിൽ അത് പ്രിയങ്ക ഗാന്ധിക്കാണ്. നേരത്തെ രാഹുൽ ഗാന്ധിക്കായിരുന്നു ഭൂരിപക്ഷം, അത് മാറി. അദ്ദേഹം രാജിവെക്കുമ്പോൾ പുതിയ ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? പ്രിയങ്ക ഗാന്ധിക്ക് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയേക്കായി കൂടുതൽ ഭൂരിപക്ഷമുണ്ട്. അതൊന്ന് ഓർത്തു വെക്കണം. ഓക്കെ ആണല്ലോ. ദെൻ 18ാം ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർളയാണ്. ഓം ബിർള പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തെയാണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട് മത്സ്യ എന്ന് പഴയ കാലത്ത് അറിയപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരാണ് രാജസ്ഥാൻ. രാജസ്ഥാനുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സുകൾ നമ്മൾ പോൾ വർക്കൗട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞ 18ാം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പുണ്ട്. ഈ 18ാം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഓം ബിർളയ്ക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് കൊടിക്കുന്നിൽ സുരേഷ് ആണ്. കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങളിൽ ഒരു ലോക്സഭാ അംഗമാണല്ലോ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം മാവേലിക്കര മണ്ഡലത്തിൽ നിന്നാണ് ലോക്സഭാംഗമാകുന്നത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാംഗമായ വ്യക്തിയാണ് ആര്? കൊടിക്കുന്നിൽ സുരേഷ്. ലോക്സഭാംഗമാകുന്നത് 8 തവണ. മറക്കല്ലേ, 8 തവണ ലോക്സഭാംഗമാകുക. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് കണക്കാക്കുക. 5 വർഷമാണ് ഒരു ലോക്സഭാംഗത്തിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഏകദേശം 40 വർഷക്കാലം, 8 5 40 ആകുമ്പോൾ 40 വർഷക്കാലം, ഏകദേശം 40 വർഷക്കാലം ഈ പറയുന്ന ഇത്രയും ടേണായിട്ട് ഈ ലോക്സഭാംഗമാകുന്നുണ്ട്. അപ്പൊ എതിർ സ്ഥാനാർത്ഥി, അതായത് 18ാം ലോക്സഭാ സ്പീക്കറായ ഓം ബിർളയ്ക്കെതിരെ മത്സരിച്ച് എതിർ സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ആണ്. 20 ലോക്സഭാംഗത്തിൽ ഒരു അംഗം അദ്ദേഹമാണല്ലോ. അപ്പൊ നമുക്ക് വേണ്ട മറ്റൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന കേരളത്തിൽ നിന്ന് 20 ലോക്സഭാംഗം ഉണ്ട്. അതിൽ ഒരു ലോക്സഭാംഗമാണല്ലോ സുരേഷ് ഗോപി. തൃശൂർ മണ്ഡലത്തിൽ നിന്നാണല്ലോ മത്സരിച്ച് വിജയിച്ചത്. കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ഡിസ്കസ് ചെയ്യണം. കേരളത്തിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട KC വേണുഗോപാൽ. KC വേണുഗോപാലിന്റെ പ്രത്യേകത എന്താ? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നറിയപ്പെടുന്ന PAC-യുടെ നിലവിൽ അധ്യക്ഷനാണ് KC വേണുഗോപാൽ. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. 18ാം ലോക്സഭ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കണ്ടന്റുകളൊക്കെ ഡിസ്കസ് ചെയ്തോളാം. ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് 18ാം ലോക്സഭ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. മണ്ഡലം ചോദിച്ചാൽ അത് കോട്ട മണ്ഡലം, രാജസ്ഥാനിലെ കോട്ട മണ്ഡലം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് സൈലോട്ട് മാറ്റി ഒന്ന് നോട്ട് ചെയ്തേക്കണം. 2024 ജൂൺ 9. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2024 ജൂൺ 9ന്റെ പ്രത്യേകത ഈ പറയുന്ന 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടന്നത് 2024 ജൂൺ 9-നാണ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു 7 ഘട്ടങ്ങളിലായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. അതിൽ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2ാം ഘട്ടമാണ്. ഡേറ്റ് മറക്കരുത്. 2024 ഏപ്രിൽ 26-നാണ് 2ാം ഘട്ടം നടക്കുന്നത്. അതുകൂടി ഒന്ന് പഠിച്ചു വച്ചേക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിയോഗത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് തുളസി ഗൗഡ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക. 1944-ലാണ് ഈ പറയുന്ന തുളസി ഗൗഡ ജനിക്കുന്നത്. 2024 ഡിസംബർ
16 അന്തരിക്കുകയാണ്, അല്ലെങ്കിൽ വിയോഗമാണ്. അപ്പം ഈ പറഞ്ഞ തുളസി ഗൗഡയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നു. 2024 ഡിസംബറിൽ അന്തരിച്ച തുളസി ഗൗഡ ഏത് മേഖലയിൽ പ്രാവീണ്യം നേടിയ വ്യക്തിയായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ പരിസ്ഥിതി പ്രവർത്തക. ഇതൊരു PYQ ഒന്നുമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ. പരിസ്ഥിതി പ്രവർത്തകയാണ്. ഇനി ഈ പറഞ്ഞ തുളസി ഗൗഡ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ അറിയപ്പെട്ടിരുന്ന പേര് മറക്കരുത്. മരങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ഈ തുളസി ഗൗഡയാണ്. കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്നത് തുളസി ഗൗഡയാണ്. ഈ രണ്ട് അപരനാമങ്ങളും ഒന്ന് ഓർത്തു വെക്കണം. നമ്മൾ വിയോഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, അത് വരും ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തോളാം. അപ്പൊ മരങ്ങളുടെ അമ്മയെന്നും കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരാണ്? ഈ പറയുന്ന തുളസി ഗൗഡയാണ്. 2020 ഇന്ത്യ മഹാരാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക കൂടിയാണ് തുളസി ഗൗഡ. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡും ഈ പറഞ്ഞ തുളസി ഗൗഡയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ തുളസി ഗൗഡയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ പറഞ്ഞ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എന്തായാലും നിങ്ങൾ 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ പാസ്സാവും, ഉറപ്പാണ്, തർക്കം വേണ്ട. 10th ലെവൽ മെയിൻ പരീക്ഷയ്ക്ക് ഉപകരിക്കും, ദെൻ 12th ലെവൽ പ്രിലിംസിലും മെയിൻസിനും ഉപകരിക്കും. ഇനി വരാൻ പോകുന്ന മുഴുവൻ പരീക്ഷയ്ക്കും ഈ പറയുന്ന കണ്ടന്റുകളെല്ലാം ഉപകരിക്കും എന്ന വിശ്വാസമുണ്ട്. കാരണം അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ വ്യക്തിത്വമാണ് ഈ തുളസി ഗൗഡ എന്നറിയപ്പെടുന്ന വ്യക്തി എന്നേ. അപ്പൊ മരങ്ങളുടെ അമ്മയെന്ന് അറിയപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ അമ്മയുടെ സ്ഥാനം ഒരു വാല്യൂ ഉള്ള ഒരു ആളാണല്ലോ. അതേപോലെ തന്നെ മരങ്ങളുടെ അമ്മയെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്നു. 2020 രാജ്യം, ഇന്ത്യ മഹാരാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തി കൂടിയാണ് തുളസി ഗൗഡ. മുഴുവൻ സ്റ്റേറ്റ്മെന്റും പറഞ്ഞു തരുന്നുണ്ട്, പഠിച്ചു പോകണം. ഓക്കെ ആണല്ലോ. അടുത്ത ഇന്ത്യയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് അല്ല, മറിച്ച് ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുവാണ്. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ USA, ഓപ്ഷൻ B കസാക്കിസ്ഥാൻ, ഓപ്ഷൻ C മാലിദ്വീപ്, ഓപ്ഷൻ D ബംഗ്ലാദേശ്. ഈ 4 ഓപ്ഷൻ നിങ്ങൾ നോക്കിയേ. USA ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട്, നമുക്കറിയാം. അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കണം. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഭരണമാറ്റം, അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പഠിക്കുമ്പോൾ മുഹമ്മദ് യൂനിസിനെയും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഷെയ്ഖ് ഹസീനയൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ആ ഒരു കറണ്ട് അഫയേഴ്സ് നമ്മൾ മാറ്റി നിർത്തിയാൽ, അപ്പൊ ഈ പറയുന്ന ആൻസർ എന്താണ്? ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം അത് കസാക്കിസ്ഥാനാണ് ഉത്തരമായി വരേണ്ടത്. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അത് കസാക്കിസ്ഥാനാണ്. ലോകത്തിലെ ഇനി നമുക്ക് വേണ്ട രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒന്ന് പഠിച്ചു വെച്ചേക്കുന്നത് നല്ലതായിരിക്കാം. കാരണം കേരള PSC ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്താ? ലോകത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് മൺ വികസിപ്പിച്ചെടുത്ത രാജ്യത്തിന്റെ പേര് അത് സ്വീഡൻ എന്നാ. പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചായിരുന്നു, സ്വീറ്റ് സ്വീഡൻ എന്ന് പഠിപ്പിച്ചിരുന്നു. ഓക്കെ, ഇക്കഴിഞ്ഞ 2024 നടത്തിയ LGSന്റെ മുഴുവൻ ഘട്ട പരീക്ഷാ ചോദ്യങ്ങളും LDCയുടെ മുഴുവൻ ഘട്ട പരീക്ഷാ ചോദ്യങ്ങളിലെയും കറണ്ട് അഫയേഴ്സ് നമ്മൾ തന്ന PDF നോട്ടിൽ നിന്ന്, നമ്മൾ തന്ന ക്ലാസ്സിൽ നിന്നാണെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം അറിയാം. അതിന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ വെച്ച് പറയുകയാണ്, ഈ പറയുന്ന തരുന്ന കണ്ടന്റ്, തരുന്ന നോട്ട്സ് നിങ്ങൾ പൂർണ്ണമായും വായിക്കണം, വിശ്വാസത്തോടു കൂടി വായിക്കണം. മറ്റ് കണ്ടന്റുകളെല്ലാം വായിച്ചോ. നിങ്ങൾ വായിക്കുന്ന ക്ലാസ്, നിങ്ങൾ മറ്റ് ക്ലാസ്സുകൾ കണ്ടോ, നിങ്ങൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അതൊക്കെ, നിങ്ങൾ ഏതെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുവാണോ അതും ഓക്കെ. എങ്കിലും നിങ്ങൾ സമയമുള്ള സമയത്ത് പഠിച്ച്, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്ന ആളാണെങ്കിൽ ടെക്സ്റ്റ് വായിച്ച ഒരു അരമണിക്കൂർ കഴിയുമ്പം നിങ്ങൾക്ക് ബോറിംഗ് ആവുന്നു എങ്കിൽ യൂട്യൂബിലെ ക്ലാസ് കാണുമ്പോൾ ജസ്റ്റ് ഒരു 2x ഇട്ട് കാണും. അപ്പൊ അതിനും ആ ഒരു കണ്ടന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതാണ് നമ്മുടെ ലക്ഷ്യം. അതല്ലാതെ നിങ്ങൾ പഠിക്കുന്നതെല്ലാം മാറ്റി വെച്ചിട്ട് ഇത് മാത്രമേ കാണാവൂ എന്നല്ല ഞാൻ പറയുന്നത്. ഇതും കണ്ടോ, നിങ്ങൾ പഠിക്കുന്ന ഓർഡറിൽ തന്നെ പഠിച്ചു പോയിക്കോ. അപ്പം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ഉത്തരം കസാക്കിസ്ഥാൻ ആണെന്ന് പറഞ്ഞല്ലോ. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് അത് അമേരിക്കയിലാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു. അതിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? അത് അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യത്താണ്. ഓക്കെ, അമേരിക്കയുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം അത് അമേരിക്കയാണ്. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം അമേരിക്കയാണ്. ക്വാഡ് അംഗരാജ്യങ്ങളുമായി
രാജ്യവുമായിട്ട് സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബില്ല് പാസ്സാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാലും ഉത്തരം അമേരിക്കയാണ്. അപ്പൊ അമേരിക്കയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. കസാക്കിസ്ഥാനാണ് ഉത്തരമായി വരേണ്ടത്. എന്ത്? ഈ പറയുന്ന ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമാക്കാൻ തീരുമാനിച്ച രാജ്യം കസാക്കിസ്ഥാനാണ്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് പറഞ്ഞതേ ഉള്ളൂ. അമേരിക്കയുടെ 3 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന വനം കണ്ടെത്തിയത് അമേരിക്കയിലാണെന്ന് ഓർത്തു വെക്കണം. നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയ ആദ്യ രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ക്വാഡ് അംഗരാജ്യങ്ങളുമായിട്ട് സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബില്ല് പാസ്സാക്കിയ രാജ്യം ചോദിച്ചാൽ അത് അമേരിക്കയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് മ്യാൻമാർ ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അടുത്തിടെ യുവാക്കൾക്ക് 2 വർഷത്തെ സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ്? അത് മ്യാൻമാർ ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അടുത്ത മറ്റൊരു ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അൽജീരിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ മുസ്ലിം പള്ളി, മറക്കല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അൽജീരിയ. അപ്പൊ മ്യാൻമാറിന്റെ പ്രത്യേകത എന്താ? അടുത്തിടെ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് മ്യാൻമാർ ആണ്. മ്യാൻമാറിന്റെ തലസ്ഥാനമുണ്ട്, യാങ്കോൺ ആണ് മ്യാൻമാറിന്റെ തലസ്ഥാനം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ മുസ്ലിം പള്ളി സ്ഥാപിതമായ രാജ്യം ഏതാണ്? അത് അൽജീരിയ ആണ്. അടുത്തത്, എത്ര പ്രാവശ്യം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു ഭരണമാറ്റമുണ്ടായി. ആ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് നേതൃസ്ഥാനത്ത് മുഹമ്മദ് യൂനിസ് എന്നറിയപ്പെടുന്ന വ്യക്തി വന്നു. അപ്പൊ അതിനു മുമ്പ് ആരായിരുന്നു? ഷെയ്ഖ് ഹസീന ആയിരുന്നല്ലോ. അപ്പൊ എത്ര പ്രാവശ്യം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷനകത്ത് എ 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 10. നിങ്ങൾ തന്നെ പറഞ്ഞേ. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി 5 ആണ്. എത്ര പ്രാവശ്യം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി എന്നൊരു ചോദ്യകർത്താവ് ചോദിച്ചാൽ ഉത്തരം 5 ആണെന്ന് ഓർക്കണം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി പേര് അവാമി ലീഗ് എന്നാണ്. അവാമി ലീഗ് എന്നാണ്. 1996 ഷെയ്ഖ് ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്കയാണ്. ബംഗ്ലാദേശിന്റെ നാണയം ധാക്കയാണ്. ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക പക്ഷി കാക്കയാണ്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ലോജിക്ക് പ്രകാരം വരും. അപ്പൊ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ കക്ഷി അവാമി ലീഗാണ്. 1996 ഷെയ്ഖ് ഹസീന ആദ്യമായിട്ട് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായത്. 5 തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീനയുടെ സ്ഥാനം മാറിയല്ലോ. അതിനുശേഷം സ്ഥാനത്തിൽ വന്നത് ആരാണ്? അത് മുഹമ്മദ് യൂനിസ് ആണ്. ഈ മുഹമ്മദ് യൂനിസുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമ്മൾ പഠിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ പേര് അത് മുഹമ്മദ് യൂനിസ് എന്നാണ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനിസ് ആണ്. അതുകൂടി ഓർക്കണേ. പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന വ്യക്തി മുഹമ്മദ് യൂനിസ്, ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഉത്തരമാര് തന്നെ ഈ പറഞ്ഞ മുഹമ്മദ് യൂനിസ് തന്നെയാണ്. അതുകൂടി നിങ്ങൾ വായിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ജൂലിയൻ അസാഞ്ച്. നിങ്ങളുടെ പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കും. കാരണം അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജൂലിയൻ അസാഞ്ചെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുൻകാല വർഷങ്ങളിൽ ഒത്തിരി തവണ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡിഗ്രി പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ചതാണ്. വിക്കി ലീക്സ് എന്നറിയപ്പെടുന്ന ആശയം അല്ലെങ്കിൽ സംവിധാനത്തിന്റെ സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചെയാണ്. ജൂലിയൻ അസാഞ്ചെയുടെ പ്രത്യേകത 2024 ജൂൺ 24 അദ്ദേഹം ജയിൽ മോചിതനായി. അദ്ദേഹത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഏകദേശം 1901 ദിവസം ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിലാണ് അദ്ദേഹം തടവിൽ കഴിഞ്ഞത്. അതായത് ചാരക്കുറ്റം ആരോപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ മാധ്യമ പ്രസ്ഥാനമാണ് വിക്കിലീക്സ്. ആ വിക്കിലീക്സിൽ ഈ പറയുന്ന അമേരിക്കയുമായി ബന്ധപ്പെട്ട ചാരപ്രവൃത്തി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റിലാക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മനാട് ഓസ്ട്രേലിയ ആണെന്ന് ഓർത്തു വെക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ജൂലിയൻ അസാഞ്ചിന്റെ പ്രത്യേകത അദ്ദേഹം വിക്കിലീക്സിന്റെ സ്ഥാപകനാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2024 ജൂൺ 24 അദ്ദേഹം ജയിൽ മോചിതനായി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ജന്മനാട് ഓസ്ട്രേലിയ ആണ്.
അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്തത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മത്സര പരീക്ഷയിൽ ഇൻഡെക്സുകൾ ചോദിക്കാറുണ്ട്. ആ ഇൻഡെക്സുകൾ ചോദിക്കുമ്പോൾ ചിലപ്പം സമാധാന സൂചിക, അല്ലെങ്കിൽ സന്തോഷ സൂചിക, അല്ലെങ്കിൽ ദാരിദ്ര്യ സൂചിക, അല്ലെങ്കിൽ മത്സര പരീക്ഷാ സൂചിക, അല്ലെങ്കിൽ അങ്ങനത്തുള്ള സൂചികകൾ ചോദിക്കാറുണ്ട്. ഇതേപോലെ ഒരു ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് എന്ന് ക്രോഡീകരിക്കുന്ന സംവിധാനമാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ളതിൽ 1ാം സ്ഥാനം സിംഗപ്പൂരാണ്. ഇന്ത്യ 84ാം സ്ഥാനത്താണ്. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, എന്തുവാ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഒക്കെ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ അത് തയ്യാറാക്കുന്നത്? അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സിൽ എടുത്തോളാം. ഇൻഡെക്സ് എന്നറിയപ്പെടുന്ന ഏരിയ എടുക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ റിവിഷൻ മോഡൽ ഇതങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിന്റെ പ്രത്യേകത ഇതാണ്. ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ട് ക്രോഡീകരിച്ച് അല്ലെങ്കിൽ ഏതാണ് പാസ്പോർട്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു സർവേ ഇൻഡെക്സ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. അത് പ്രകാരം 1ാം സ്ഥാനം സിംഗപ്പൂർ. 2024 ഓരോ മാസവും അപ്ഡേഷൻ ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ 1ാം സ്ഥാനം സിംഗപ്പൂർ. ഇന്ത്യ 84ാം സ്ഥാനത്താണ്. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര നാണയനിധിയിൽ MD ആയിട്ട് IMFന്റെ MD ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേര് ക്രിസ്റ്റലീന ജോർജീവയാണ്. അവര് ബൾഗേറിയ സ്വദേശിയായ ക്രിസ്റ്റലീന ജോർജീവയാണ് IMFന്റെ മാനേജിംഗ് ഡയറക്ടറായി അല്ലെങ്കിൽ MD ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഈ പറയുന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. 2024 വീണ്ടും തെരഞ്ഞെടുത്തത്. ഇനി 5 വർഷത്തേക്ക് നിങ്ങൾ വേറെ പഠിക്കേണ്ട. കാരണം കാലാവധി 5 വർഷമാണ്. IMFന്റെ MDയുടെ കാലാവധി 5 വർഷമാണ്. 2024 വന്നു, 2025 വേറെ പഠിക്കേണ്ട. അപ്പത്തേ നിങ്ങൾ 10th ലെവൽ പ്രിലിംസ് പാസ് ഔട്ട് ആവും. 2026 ആവുന്ന സമയത്ത് നിങ്ങൾ LDC പരീക്ഷയുടെ അല്ലെങ്കിൽ 10th ലെവൽ മെയിൻ പരീക്ഷയും പാസ് ഔട്ട് ആയി ഡിപ്പാർട്ട്മെന്റിൽ കയറി ജോയിൻ ചെയ്തു. പിന്നെ ഏതെങ്കിലുമൊക്കെ സർവീസ് സംബന്ധമായിട്ടുള്ള ടെസ്റ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ബൈ ട്രാൻസ്ഫർ എഴുതുന്ന സമയത്തൊക്കെ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പൊ 2024 IMFന്റെ MD ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? അത് ക്രിസ്റ്റലീന ജോർജീവിയാണ്. ബൾഗേറിയ സ്വദേശിയാണ് ഈ സ്ത്രീ. കാലാവധി 5 വർഷമാണ്. ഇനി IMFന്റെ MD ആകുന്ന 2ാമത്തെ വനിതയാണ് ക്രിസ്റ്റലീന ജോർജീവ. അപ്പൊ ആദ്യ വനിതയുടെ പേരെന്താ? IMFന്റെ MD ആയ ആദ്യ വനിതയുടെ പേര് അത് ക്രിസ്റ്റ്യൻ ലഗാർദയാണ്. 2ാമത്തെ വനിതയാണ് ആര്? ഈ ക്രിസ്റ്റലീന ജോർജീവ. പരീക്ഷാളി കയറുമ്പോ തിരിയരുത്. ക്രിസ്റ്റ്യൻ ലഗാർദെ, ക്രിസ്റ്റലീന ജോർജീവ, രണ്ട് ഉത്തരമാണ്. അപ്പൊ ക്രിസ്റ്റലീന ജോർജീവ ബൾഗേറിയ സ്വദേശിയാണ്. IMFന്റെ MD ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വമാണ് ആര്? ക്രിസ്റ്റലീന ജോർജീവ. അപ്പൊ നേരത്തെ ക്രിസ്റ്റലീന ജോർജീവ തന്നെ ആയിരുന്നു. വീണ്ടും എന്ത് ചെയ്തു? ക്രിസ്റ്റലീന ജോർജീവയെ തന്നെ വീണ്ടും സെലക്ട് ചെയ്തു. ബൾഗേറിയ സ്വദേശിയാണ്. 5 വർഷമാണ് കാലാവധി. അതൊന്ന് ഓർത്തു വെക്കുക. അന്താരാഷ്ട്ര നാണയനിധി എന്നറിയപ്പെടുന്ന IMF, ലോക ബാങ്ക് എന്നറിയപ്പെടുന്ന IBRD, രണ്ടിന്റെയും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നമ്മൾ പറയും. ബ്രെട്ടൺ വുഡ് ടിൻസ്, ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ് ടിൻസ് എന്നറിയപ്പെടുന്ന സംഘടനകളാണ് IMFും IBRDയും. അത് ലോക ബാങ്ക് എന്നറിയപ്പെടുന്നത് IBRD ആണ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇതിന്റെ രണ്ടിന്റെ ആസ്ഥാനമുണ്ട്. അത് നമ്മൾ വരും ക്ലാസ്സിൽ എടുത്തോളാം. ഡീറ്റെയിൽ ആയിട്ട് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളുടെ ആസ്ഥാനം, അതിന്റെ രൂപീകരണം, അതിന്റെ പ്രധാനപ്പെട്ട അധ്യക്ഷ സ്ഥാനം ഒക്കെ നമ്മൾ വരും ക്ലാസ്സിൽ എടുത്തോളും. അപ്പൊ നിങ്ങൾ റിവിഷൻ മോഡൽ ഈ ക്ലാസ് കാണണം, ഈ നോട്ട്സ് വായിക്കണം, പരീക്ഷ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇക്കഴിഞ്ഞ LDC പരീക്ഷ ആയിക്കോട്ടെ, LGS പരീക്ഷ ആയിക്കോട്ടെ, അതിലെല്ലാം തന്നെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം 2025 അടുത്ത വർഷത്തെയാണ്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ അതിന് ഉത്തരം ഓപ്ഷൻ എ ബ്രസീലാണ്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടികൾ ഒന്ന് പഠിച്ചു വെച്ചേണം. 2025 COP30 എന്ന് പറയുന്ന കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടക്കുന്നത് അത് ബ്രസീലിലാണ്. 2024 29ാമത്തെ COP, അതായത് കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2024 നടന്നത് അസർബൈജാനിലാണ്. 2023 നടന്നത് ദുബായ് ആണ്. 2022 നടന്നത് ഈജിപ്തിലാണ്. ഇത്രയും കണ്ടന്റ് 2025, 24, 23, 22 ഇത്രയും കണ്ടന്റ് ഞാൻ പറഞ്ഞു.
ഇനി അതിനപ്പുറം ഒരു ചോദ്യം ഉണ്ടോ ചോദിച്ചാൽ 100% ഉറപ്പോടുകൂടി പറയുന്നു അതിനപ്പുറം ഒരു ചോദ്യമില്ല. കാരണം 2024 നമ്മൾ പഠിച്ചു, 2025 അഡ്വാൻസ് സ്റ്റേജ് ആയിട്ടുള്ള കണ്ടന്റ് പഠിച്ചു, 2023 പഠിച്ചു. ഇനി ഇൻ കേസ് 2022 എങ്ങാനും ചോദിച്ചാൽ അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടികൾ, ഈ പറയുന്ന 4 ഉച്ചകോടികൾ ഒന്ന് ഓർത്തു വെക്കണം. 2025 വേദി ബ്രസീലാണ്, 2024 വേദി അസർബൈജാൻ ആണ്, 2023 ദുബായ് ആണ്, 2022 അത് ഈജിപ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി അത് പഞ്ചാബിലെ ലൗലി സർവകലാശാലയിലാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ഈ പറയുന്ന ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേരള PSC മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടല്ലോ. 109 ഏറ്റവും ലേറ്റസ്റ്റ്. 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി പഞ്ചാബിലെ ലൗലി സർവകലാശാലയിലാണ്. അപ്പൊ പഞ്ചാബുമായി ബന്ധപ്പെട്ട് 5 നദികളുടെ നാടെന്ന് നിങ്ങൾ പഠിക്കത്തില്ലയോ? പഞ്ചാബിന് നിലവിലൊരു മുഖ്യമന്ത്രി ഉണ്ട്. ആരെന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഈ വീഡിയോ ക്ലാസ്സിനോടൊപ്പം തന്നെ ആ കണ്ടന്റ് കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പരീക്ഷയ്ക്ക് ചോദിക്കും. അത് വരും ക്ലാസ്സിൽ നമ്മൾ എടുക്കും. അപ്പൊ ലൗലി സർവകലാശാല പഞ്ചാബ്. 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി പഞ്ചാബിലെ ലൗലി സർവകലാശാലയാണ്. അടുത്തത് കേരളം ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന്റെ വേദി. കേരളം ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ഇന്റർനാഷണലാ. അപ്പൊ ഇന്റർനാഷണൽ ആവുമ്പം അത് പഠിച്ചേക്കണം. ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന്റെ വേദി അത് കുഫോസിലാണ്, പനങ്ങാട് കുഫോസിലാണെന്ന് ഓർത്തു വെക്കണം. അടുത്ത 2024 38ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന 2024 38ാം ദേശീയ ഗെയിംസിന്റെ പ്രധാനപ്പെട്ട ടീമുകളെല്ലാം ഇന്നലെയും 2 ദിവസമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പത്രമാധ്യമങ്ങളെല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഇത് നേരത്തെ ഡിക്ലെയർ ചെയ്തതായതുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് ഉറപ്പായും പഠിക്കണം. 2024 38ാമത് ദേശീയ ഗെയിംസ് വേദി ഏതാണ്? അത് ഉത്തരാഖണ്ഡാണ്. അതുകൂടി ഓർത്തു വെക്കണം. അടുത്തത് 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി എവിടെയാണ് എന്നാണ് ചോദ്യം. 2025 ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി കൊറിയയാണ്. അപ്പൊ 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി നമ്മുടെ മനസ്സിൽ കിട്ടി, അത് കൊറിയയാണ്. അപ്പൊ 2024 വേദി സൗദി അറേബ്യയാണ്. 2023 വേദി അത് ഐവറി കോസ്റ്റ് ആണ്. 2022 വേദി അത് സ്വീഡൻ ആണ്. അപ്പൊ ലോകത്തിൽ ആദ്യമായി ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത രാജ്യം അത് സ്വീഡൻ ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ 2024 വേദി സൗദി അറേബ്യ, 2023 വേദി ഐവറി കോസ്റ്റ്, 2022 വേദി അത് സ്വീഡൻ ആണ്. അടുത്തത് കേരള PSC മത്സര പരീക്ഷയ്ക്ക് ചോദ്യ സാധ്യത ഏറ്റവും കൂടുതലുള്ള 3 പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഒന്ന് പറയുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി അത് രാജസ്ഥാനിലെ പൊക്രാൻ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി അത് രാജസ്ഥാനിലെ പൊക്രാനാണ്. അതൊന്ന് ഓർത്തു വെക്കുക. 2023 ബ്രിക്സ് ഉച്ചകോടി വേദി ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. 2023 ആസിയാൻ ഉച്ചകോടി വേദി ചോദിച്ചാൽ അത് ഇന്തോനേഷ്യയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ഒന്നുമില്ല നമ്മൾ പറഞ്ഞത്. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ വേദി അത് കൊറിയയാണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ കൊറിയയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ 2024 വേദി സൗദി അറേബ്യ, 2023 വേദി ഐവറി കോസ്റ്റ്, 2022 വേദി അത് ഏതെവിടാണ്? സ്വീഡൻ ആണ്. അടുത്തത് പൊക്രാനിൽ, രാജസ്ഥാനിലെ പൊക്രാൻ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ സൈനിക അഭ്യാസം അതായത് വായുശക്തി 2024 വേദിയായി രാജസ്ഥാനിലെ പൊക്രാനിലെയാണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. 2023 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്ക ആയിരുന്നു. 2023 ആസിയാൻ ഉച്ചകോടി വേദി എവിടെയായിരുന്നു? ഇന്തോനേഷ്യ ആയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കണ്ടന്റ് കിട്ടിയല്ലോ. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കായിക മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ വന്നാൽ ഉറപ്പായും നിങ്ങൾ എഴുതണം. വളരെ സിമ്പിളാണ്. അതൊന്നും പഠിച്ചു വെച്ചിരുന്നാൽ നമുക്കൊരു മാർക്ക് ഉറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യും. ഒന്ന്, 17ാമത് യൂറോ കപ്പ് 2024 17ാമത് യൂറോ കപ്പ്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന മത്സര പരീക്ഷയിൽ ഈ പറയുന്ന കണ്ടന്റുകൾ മുഴുവൻ വായിക്കേണ്ട ആവശ്യമുണ്ട്? ഒരിക്കലുമില്ല. പ്രധാനപ്പെട്ട മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. 17ാമത് യൂറോ കപ്പിന്റെ വേദി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ജർമ്മനിയാണ് വേദി. അതിലെ 2024 യൂറോ കപ്പിലെ 17ാമത് യൂറോ കപ്പിന്റെ ജേതാക്കൾ അത് സ്പെയിനാണ്. റണ്ണറപ്പ് കൂടി ഒന്ന് ഓർത്തു വെക്കണം. റണ്ണറപ്പ് അത് ഇംഗ്ലണ്ടാണ്. റണ്ണറപ്പ് ഇംഗ്ലണ്ട്, ജേതാക്കൾ സ്പെയിനാണ്. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് നേടിയ രാജ്യം അത് സ്പെയിനാണ്.
മറക്കല്ല, യൂറോ കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് നേടിയ രാജ്യം ചോദിച്ചാൽ അത് സ്പെയിനാണ്. 4 തവണ യൂറോ കപ്പ് സ്പെയിൻ നേടിയിട്ടുണ്ട്. ഈ പറയുന്ന 17ാമത് യൂറോ കപ്പ് 2024 ഭാഗ്യചിഹ്നമുണ്ട്. ആൽബർട്ട് എന്ന ടെഡി ബെയർ ആണ് 17ാമത് യൂറോ കപ്പ് 2024 ഭാഗ്യചിഹ്നം. ഔദ്യോഗിക ബാളിന്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. ഫുസ്ബെല്ലിബെയാണ്. മറക്കല്ലേ, അതൊന്ന് ഓർത്തു വെക്കുക. ഫുസ്ബെല്ലിബെ എന്നറിയപ്പെടുന്ന ബാളാണ് ഔദ്യോഗിക ബാള്. 2024 17ാമത് യൂറോ കപ്പിന്റെ ഔദ്യോഗിക ബാളിന്റെ ഫുട്ബോൾ ബോളിന്റെ പേര് ഫുസ്ബെല്ലിബെ എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കുക. ജേതാക്കളെ മറക്കല്ലേ, സ്പെയിൻ ആണ്. റണ്ണറപ്പ് ആരാണ്? ഇംഗ്ലണ്ട് ആണ്. ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് നേടിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് സ്പെയിൻ ആണ്. അതൊന്ന് ഓർത്തു വെക്കുക. ടൂർണമെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം റോഡ്രി എന്നറിയപ്പെടുന്ന സ്പെയിനിന്റെ താരമാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രത്യേകതയുണ്ട്. ഗോൾഡൻ ഗ്ലൗവ് മികച്ച ഗോൾ കീപ്പർ തെരഞ്ഞെടുക്കുന്നത് മൈക്ക് മെഗിനർ ആണ്. അങ്ങനെയൊക്കെയുള്ള ചോദ്യത്തിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, പ്രധാനപ്പെട്ട മാത്രം. പക്ഷെ എന്നാലും ഇതിന്റെ PDF നോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ PDF നോട്ടിൽ ആ A to Z കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞല്ലോ, ഭാഗ്യചിഹ്നം ആൽബർട്ട് എന്ന ടെഡി ബെയർ ആണ്. ടൂർണമെന്റിൽ ഏറ്റവും മികച്ച താരമായിട്ട് എടുത്തിട്ടുള്ളത് റോഡ്രി, സ്പെയിനിന്റെ റോഡ്രി എന്നറിയപ്പെടുന്ന താരമാണ്. ഗോൾഡൻ ഗ്ലൗ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം കിട്ടിയത് മൈക്ക് മൈഗിനർ ആണ്. ഫ്രാൻസ് കളിക്കാരനായ മൈക്ക് മൈഗിനർ ആണ് ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ദെൻ യൂറോ കപ്പ് വേദിയുമായി ബന്ധപ്പെട്ട് 2024 യൂറോ കപ്പ് വേദി നമുക്കറിയാം, വേദി ജർമ്മനിയാണ്. അപ്പൊ 2028 വേദി അത് UK-യിലും അയർലൻഡിലും കൂടിയാണ്. 2032 വേദി ഇറ്റലിയിലും തുർക്കിയിലുമാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണേ. 2024 വേദി എവിടെയായിരുന്നു? 2024 വേദി ജർമ്മനിയാണ്. 2024 വേദി അത് ജർമ്മനിയാണ്. 2028 വേദി അത് UK അയർലൻഡ് ആണ്. 2032 വേദി ചോദിച്ചാൽ അത് ഇറ്റലിയും ആണെന്ന് ഓർത്തു വെക്കണം. UK അയർലൻഡും ഉണ്ട്, ഇറ്റലിയും തുർക്കിയും ഉണ്ട്. രണ്ടും ഒന്ന് ഓർത്തു വെക്കണേ. അടുത്തത് 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് 2024. ഇത് നമ്മൾ LGS പരീക്ഷ സമയത്ത് എടുത്തതാണ്. LDC പരീക്ഷ സമയത്ത് ഇതിന്റെ നോട്ട്സ് ഉൾപ്പെടെ തന്നിട്ടുള്ളതാണ്. അത് വീണ്ടും 10th ലെവൽ പ്രിലിമിനറി ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വീണ്ടും റിവൈസ് ചെയ്യുന്നു. 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി അമേരിക്കയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ജേതാക്കൾ അർജന്റീനയാണ്. ഫൈനല് കൊളംബിയയെ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആര് ജേതാവായത്? അർജന്റീന ജേതാവാകുന്നത്. അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണ് കോപ്പ അമേരിക്ക. ഭാഗ്യചിഹ്നം മറക്കല്ലേ, ഏതാ? 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗ്യചിഹ്നം ക്യാപിറ്റൻ എന്നറിയപ്പെടുന്ന ഗരുഡനാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഈ പറയുന്ന ഗോൾഡൻ ബോൾ ഉണ്ടല്ലോ, ഈ പറഞ്ഞ യൂറോ കപ്പുമായി ബന്ധപ്പെട്ട കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ആണല്ലോ പറഞ്ഞത്. ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ഗോൾഡൻ ബോൾ. ടൂർണമെന്റിൽ മികച്ച താരം ജെയിംസ് റോഡ്രിഗസ് ആണ്, കൊളംബിയക്കാരനായ. ഗോൾഡൻ ഗ്ലൗ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം കിട്ടിയത് അത് എമിലിയാനോ മാർട്ടിനസ് ആണ്. ഗോൾഡൻ ബൂട്ട് കൂടുതൽ ഗോൾ നേടിയ താരം അത് ലൗട്ടാരോ മാർട്ടിനസ് ആണ്. 5 ഗോളാണ് അദ്ദേഹം നേടിയത്. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്ലാസിന്റെ PDF നോട്ട് ഞാൻ പറഞ്ഞല്ലോ, PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒപ്പം പരീക്ഷയുണ്ട്. ഇന്നത്തെ ദിവസം പഠിക്കാനുള്ള 2 ടോപ്പിക്കാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. 18ാം ലോക്സഭ പഠിക്കണം, ഈ ക്ലാസ് കാണണം. ഈ ക്ലാസിന്റെ പരീക്ഷ വേറെ, അത് പോൾ പരീക്ഷയുണ്ട്. അത് കൂടാതെയുള്ള കണ്ടന്റ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഠിക്കേണ്ടത് ഈ ക്ലാസ് കാണുക, റിവിഷൻ നോട്ട്സ് വായിക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഏതൊക്കെയാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയിൽ തന്നെ 18ാം ലോക്സഭയുടെ PDF കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 2024 കേന്ദ്ര മന്ത്രിസഭയുടെ PDF കൊടുത്തിട്ടുണ്ട്. ഫയൽ ഓപ്ഷനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കാണും. ആ 2 PDF ഒന്ന് വായിച്ചാൽ മതി. ആ വായിച്ചിട്ട് പോൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ 2 ടോപ്പിക്കോ 3 ടോപ്പിക്ക് തീർന്നില്ല എങ്കിൽ 3-4 ടോപ്പിക്കോ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ പോൾ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത വീഡിയോ ടോപ്പിക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ 1 ലക്ഷം പോൾ വർക്കൗട്ട് ചലഞ്ച് കൂടി നമ്മുടെ ടെലഗ്രാം കൂട്ടായ്മയിലുണ്ട്. അത് നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, പിന്നെ HSA പരീക്ഷയ്ക്ക് ആനുപാതികമായിട്ടുള്ള പ്രധാനപ്പെട്ട സീരീസ് Day 1 Day 2 വർക്കൗട്ട്, ഫ്രീ വർക്കൗട്ട് സീരീസ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയല്ല, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയോ അല്ല, മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സർക്കാർ സർവീസിൽ കയറുക. അതല്ലാതെ നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി നേടുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ ഏറ്റവും ഉന്നത തലത്തിലേക്ക് പോവുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ കഷ്ടപ്പെടുന്ന ആ സർക്കാർ സർവീസിലേക്ക് നിങ്ങളെ കരകയറ്റാൻ അല്ലെങ്കിൽ കൈപിടിച്ചുയർത്താൻ
സഹായിക്കുന്ന 1% എഫേർട്ട് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതൊന്ന് ഓർത്തു വെക്കുക. ലയണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കോപ്പ അമേരിക്ക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ മത്സരങ്ങൾ കളിച്ച താരമാണ് ലയണൽ മെസ്സി. 5 ഫൈനൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ലയണൽ മെസ്സിയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കോപ്പയുടെ ചരിത്രത്തിൽ, അതായത് കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ മത്സരങ്ങൾ കളിച്ച താരം ലയണൽ മെസ്സിയാണ്. ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ചോദിച്ചാൽ അത് ലയണൽ മെസ്സിയാണ്. 36 മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട സൂചികകൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ. ആ PSC ബുള്ളറ്റിന് 2024-ലെയും 2023-ലെയും മുഴുവൻ PSC ബുള്ളറ്റിൻ കണ്ടന്റും നമ്മൾ ക്രോഡീകരിച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒന്ന്, ആഗോള മത്സര സൂചിക 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം, നമ്മൾ മൊത്തം മത്സര പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുവാണല്ലോ. അപ്പൊ ആഗോള മത്സര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം അത് 39ആണ്. ആഗോള മത്സര സൂചിക 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 39. അപ്പൊ നമുക്ക് വേണ്ടത് മറ്റ് കണ്ടന്റ് കൂടി ഒന്ന് ഓർത്തു വെക്കണേ. ഈ ആഗോള മത്സര സൂചിക പ്രസിദ്ധീകരിക്കുന്നത് ലോക സാമ്പത്തിക ഫോറമാണ്. ആഗോള മത്സര സൂചിക പ്രസിദ്ധീകരിക്കുന്നത് 2024 ഇന്ത്യയുടെ സ്ഥാനം 39. അപ്പൊ ഒന്നാം സ്ഥാനം സിംഗപ്പൂര. അപ്പൊ ആഗോള മത്സര സൂചിക 2024 ഇന്ത്യയുടെ സ്ഥാനം 39, ഒന്നാം സ്ഥാനം സിംഗപ്പൂർ. അപ്പൊ 2023 ഇന്ത്യയുടെ സ്ഥാനം 40 ആയിരുന്നു. 2023 ഒന്നാം സ്ഥാനം നേടിയത് ഡെൻമാർക്ക്. അപ്പൊ എല്ലാത്തിലും മാറ്റമുണ്ട്. ആഗോള മത്സര സൂചികയുമായി ബന്ധപ്പെട്ട് 2023 ഇന്ത്യയുടെ സ്ഥാനം 40 ആയിരുന്നു. അപ്പൊ ഈ വർഷം എന്ത് ചെയ്തു? 39 ആയി. 2024 ഇന്ത്യയുടെ സ്ഥാനം 39 ആയി. 2023 ആഗോള മത്സര സൂചികയിൽ ഒന്നാം സ്ഥാനം ആർക്കായിരുന്നു? ഡെൻമാർക്കിനായിരുന്നു. ഇപ്പൊ ഒന്നാം സ്ഥാനം ആർക്കാണ്? അത് സിംഗപ്പൂരിനാണ്. അടുത്തത് ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്. 2023 ഇന്ത്യയുടെ സ്ഥാനം 52 സ്ഥാനമാണ്. അത് ഓർത്തു വെക്കുക. ഒന്നാം സ്ഥാനം ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ്. അപ്പൊ നമുക്ക് മത്സര പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഇൻഡെക്സ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. 2022 ഞാൻ പറയുന്നത്. 2022 സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനി പ്രസിദ്ധീകരിച്ച എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം ഏറ്റവും കൂടിയ രാജ്യം അത് ചാടാണ്. 2022 ഓർക്കണം. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം 2022 ഇന്ത്യയുടെ സ്ഥാനം 8 ആയിരുന്നു. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മലിനമായ പ്രദേശമാണ് ലാഹോർ. അതൊന്ന് ഓർത്തു വെക്കണം. ഏറ്റവും മലിനമായ പ്രദേശം ലാഹോറ. ദെൻ ഏറ്റവും മലിനമായ 4ാമത്തെ നഗരം 2022 ഈ പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ 4ാമത്തെ ലോകരാജ്യങ്ങളിലെ 4ാമത്തെ നഗരം ഏതാണ്? അത് ഡൽഹിയ. ഇന്ത്യയുടെ ഡൽഹി, ഇന്ദ്രപ്രസ്ഥ എന്നറിയപ്പെട്ട, ദില്ലിക എന്നറിയപ്പെട്ട ഡൽഹിയാണ്. ഈ 2022 സ്വിസ് എയർ ക്വാളിറ്റി, സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനി പ്രസിദ്ധീകരിച്ച എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം ഏറ്റവും കൂടിയ രാജ്യം ചാടാണ്. ഇന്ത്യയുടെ സ്ഥാനം, ആ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 8, ഒന്നാം സ്ഥാനം ചാടാണ്. റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ പ്രദേശം ലോകത്തിലെ ലാഹോർ. ഏറ്റവും മലിനമായ പ്രദേശങ്ങളിൽ 4ാം സ്ഥാനം ആർക്കുണ്ട്? ഡൽഹിക്കുണ്ട്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി 2022 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം സുരക്ഷിത നഗരങ്ങളിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരം അത് കോഴിക്കോട്. 10ാം സ്ഥാനമാണ് കോഴിക്കോടിനുള്ളത്. ഇന്ത്യയിലെ, അതായത് സുരക്ഷിത നഗരങ്ങളിൽ 10ാം സ്ഥാനം കോഴിക്കോടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് വിശപ്പ് രഹിത പദ്ധതിയായ ഓപ്പറേഷൻ സുലൈമാനി എന്ന പദ്ധതി നടപ്പിലാക്കിയ ജില്ല കോഴിക്കോടാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോടുമായി ബന്ധപ്പെട്ട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ സ്ഥലമാണ് കോഴിക്കോട്. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് തുറമുഖമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ആദ്യത്തെ കോള വിമുക്ത ജില്ല കോഴിക്കോടാണ്. ഒത്തിരി പ്രത്യേകതയുണ്ട് കോഴിക്കോടുമായി ബന്ധപ്പെട്ട്. അപ്പൊ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഈ റിപ്പോർട്ട് പ്രകാരം ഒന്നാമതെത്തിയ നഗരം ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. 3ാം തവണ, അതായത് 2022 നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം സുരക്ഷിത നഗരങ്ങളിൽ 1ാം സ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. 10ാം സ്ഥാനം കോഴിക്കോട്. അതിൽ കേരളത്തിലെ ഒരു സ്ഥാനം കോഴിക്കോടാണെന്ന് ഓർത്തു വെക്കണം. ദെൻ പൂനെ, ഹൈദരാബാദ് എന്നിവ 2-3 സ്ഥാനങ്ങളിലാണ്. അപ്പൊ 1ാം സ്ഥാനം കൊൽക്കത്ത, 2ാം സ്ഥാനം പൂനെ, ഹൈദരാബാദ് 3ാം സ്ഥാനം. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ഈ റിപ്പോർട്ട് എന്തിനെ അടിസ്ഥാനമാക്കിയാന്ന് ചോദിച്ചാൽ 20 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള 19 നഗരങ്ങളെ ആസ്പദമാക്കിയായിട്ടാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. പറഞ്ഞല്ലോ, ഇതിന്റെ PDF നോട്ട്, ഇതിനെ ബേസ്ഡ് ആയിട്ടുള്ള 1000
1,00,000, 10,000, 1000 അങ്ങനെ ഓരോ ദിവസവും നമ്മൾ സൗജന്യമായിട്ട് പോൾ പരീക്ഷ കൂടി വർക്കൗട്ട് ചെയ്തിടുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് സൗജന്യമായിട്ട് കിട്ടാൻ വേണ്ടി PSC ഇൻഫ്ലുവൻസർ എന്ന ടെലഗ്രാം കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്ന പ്രധാനപ്പെട്ട വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 1,00,000 പോൾ വർക്കൗട്ട് ഉണ്ട്. ദെൻ PDF നോട്ട് 500+ PDF എന്നറിയപ്പെടുന്ന ഒരു ചലഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 200 PDF കഴിഞ്ഞിരിക്കുന്നു. ദെൻ ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ വർക്കൗട്ട് ഉണ്ട്. ലൈവ് റെക്കോർഡ് ക്ലാസ്, SCRT NCRT വർക്കൗട്ട് ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ഉണ്ട്. പിന്നെ ഡെയിലി സയൻസിന്റെ PYQ വർക്കൗട്ടും ഉണ്ട്. അപ്പൊ ഇത്രയും കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഉഷാറായി പഠിക്കുക. വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷ, അല്ലെങ്കിൽ വരാൻ പോകുന്ന CPO, വരാൻ പോകുന്ന ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിലെല്ലാം ഏറ്റവും ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.